നമസ്കാരം. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിലും 112-ൽ വിളിച്ചുള്ള പരാതിയിലും ഉലയാതെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച ഗണേഷിന് തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന ആശ്വാസകരമായ നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. വാളകത്തെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ കേവലം കുടുംബ പ്രശ്നം മാത്രമാണെന്ന ഗണേഷിന്റെ വാദം മുഖ്യമന്ത്രി അംഗീകരിച്ചതായിട്ടാണ് സൂചന. ഇതോടെ മന്ത്രിസഭാ യോഗത്തിന് തൊട്ടുപിന്നാലെ ഉയർന്ന രാജി അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സർക്കാരിന്റെ സ്ത്രീപക്ഷ അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ്. വീട്ടിൽ കയ്യേറ്റമുണ്ടായെന്ന് ഭയന്ന് 112-ൽ വിളിച്ചപ്പോൾ എത്തിയ പോലീസ് മന്ത്രിയുടെ പദവി കണ്ട് നടപടിയെടുക്കാതെ ഒഴിഞ്ഞുമാറിയത് വലിയ വിവാദമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെപ്പോലും വിവരമറിയിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതിപൂർവമായ ഇടപെടൽ ഉണ്ടായില്ലെന്ന ആക്ഷേപം ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളിൽ കാട്ടുന്ന ശുഷ്കാന്തി സ്വന്തം മന്ത്രിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് സർക്കാരിനില്ല എന്ന ചോദ്യം പ്രതിപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധമാക്കും. അതേസമയം ഗണേഷ് കുമാറിനെതിരെ കടുത്ത ഭാഷയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. ഗണേഷിന്റെ പെരുമാറ്റം സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തുവെന്നും മന്ത്രിസഭയ്ക്ക് തന്നെ ഇതൊരു പുഴുക്കുത്താണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. പെണ്ണിനോടും പൊന്നിനോടും അമിത താല്പര്യമുള്ളയാളാണ് ഗണേഷ്. മന്ത്രിസ്ഥാനത്ത് ഇരുന്ന് ഇത്രയും തറയാകാൻ മറ്റൊരാൾക്കും കഴിയില്ല. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നത് ശുംഭനാണോ ശുനകനാണോ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ മാടമ്പിത്തരം എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. പരാതി പിൻവലിച്ചതുകൊണ്ട് മാത്രം ഗണേഷിന്റെ സ്വഭാവ ദൂഷ്യം ഇല്ലാതാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണിക്കുള്ളിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഗണേഷ് തുടരുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ സംരക്ഷണ കവചം ഗണേഷിന് തൽക്കാലം രക്ഷയാകുകയാണ്. പത്തനാപുരത്തെ വരാനിരിക്കുന്ന മത്സരത്തിലും ഈ വിവാദങ്ങൾ ഗണേഷിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഗണേഷിനെ കൈവിടേണ്ടെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. വാളകത്തെ തറവാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ യാത്ര തിരിച്ചത് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷമായിരുന്നു. ഇന്നലെ രാത്രി ഭാര്യ ബിന്ദു മേനോനെ ഫോണിൽ വിളിച്ച് മന്ത്രി ക്ഷമാപണം നടത്തി. ഗണേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുനയ നീക്കം ഭാര്യ അംഗീകരിച്ചതായും പോലീസിൽ പരാതി നൽകേണ്ടെന്ന് തീരുമാനിച്ചതുമായിട്ടാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ പരാതി കിട്ടിയാൽ കേസെടുക്കേണ്ടത് വരുമെന്ന് DGP മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. മന്ത്രിക്കെതിരെ ഫോട്ടോയടക്കമുള്ള തെളിവുകൾ കൈവശമുണ്ടെന്ന് ഭാര്യ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. തനിക്ക് നേരെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്ന് കയ്യേറ്റമുണ്ടായതായും ബിന്ദു ആരോപിക്കുന്നു. വിവാദമുണ്ടായപ്പോൾ തന്നെ കുടുംബ പ്രശ്നമാണെന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. തുടർന്ന് മന്ത്രിപദം നഷ്ടമാകുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ഭാര്യയെ അനുനയിപ്പിച്ച് ഗണേഷ് ഒപ്പം നിർത്തിയത്. മന്ത്രിസ്ഥാനം തെറിക്കുമെന്നുറപ്പായ സാഹചര്യത്തിലാണ് വാളകത്തെ വീട്ടിലുണ്ടായ സംഭവങ്ങളിൽ ഭാര്യയുടെ മാപ്പ് പറയാൻ മന്ത്രി തയ്യാറായതും. പകൽ സമയത്ത് ഭാര്യയെ പരിഹസിച്ച മന്ത്രി രാജിവെക്കേണ്ടെന്ന് വരുമെന്ന തിരിച്ചറിവിലാണ് രാത്രിയോടെ ക്ഷമാപണം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിയും സ്വീകരിച്ച കടുത്ത നിലപാടാണ് മന്ത്രിയെ അനുനയത്തിന്റെ വഴിയിലെത്തിച്ചത്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന സൂചന മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇതോടെയാണ് തന്റെ അതിവിശ്വസനും കേരള കോൺഗ്രസ് ബി ട്രഷററുമായ ബാലഗോപാലിനെ മന്ത്രി ദൗത്യം ഏൽപ്പിച്ചത്. മാപ്പ് പറയുന്നതിന്റെ ഓഡിയോ പുറത്തു പോകില്ലെന്ന് ഉറപ്പാക്കാൻ ബാലഗോപാലിന്റെ ഫോണിലൂടെയാണ് ഗണേഷ് ഭാര്യയുമായി സംസാരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മന്ത്രിക്കെതിരെ ഉയർന്ന സ്ത്രീ വിഷയത്തിലുള്ള ആരോപണം മുന്നണിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് LDFും വിലയിരുത്തിയിരുന്നു. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും KSRTC ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പങ്കെടുത്തു. രാജ്യ അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ മാത്രം ഉയർത്തുന്ന പ്രശ്നങ്ങളാണെന്നും തനിക്കോ നാട്ടുകാർക്കോ അത്തരം ഒരു പ്രശ്നമില്ലെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഭാര്യ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാനും തയ്യാറായില്ല. അതേസമയം ഗണേഷ് കുമാറിന്റെ രാജിക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇത് കേവലം ഒരു കുടുംബ പ്രശ്നം മാത്രമല്ലെന്നും ഗണേഷ് കുമാർ രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു.